ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ക്ലോത്ത് കൊണ്ടുള്ള ഒരു അടിപൊളി അലിഗേറ്റർ ക്ലിപ്പാണ്. ഇത് ബാക്കിൽ സാധാ നമ്മുടെ ക്ലിപ്പും ബണ്ണൊക്കെ ഉപയോഗിച്ച് ചെയ്യാൻ പറ്റും. വളരെ എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റിയത് തന്നെയാണ്. ഇതിൻ്റെ മെഷർമെൻറ്റ് ഇതവിടെ കൊടുക്കുന്നുണ്ട്. 10 ഇഞ്ച് ലെങ്ത്തും അതുപോലെ 8 ഇഞ്ച് വിടുത്തുമാണ് എടുത്തിട്ടുള്ള ക്ലോത്ത്. ഇതിൻ്റെ വലുപ്പത്തിനനുസരിച്ചൊക്കെ നിങ്ങൾക്ക് കൂട്ടിയും കുറച്ചും എടുക്കാം. നമ്മൾ ഇതുപോലെ ആദ്യം ഒന്ന് മടക്കി വെക്കണം. എന്നിട്ട് ഇതിൽ നമ്മൾ ചെയ്യാൻ പോകുന്ന വർക്കിൻ്റെ ആ ഒരു നേരെ ഒന്ന് അടയാളിട്ടൊരു റൗണ്ട് ഷേപ്പ് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. 3 റൗണ്ട് ഷേപ്പ് ഒരു സൈഡ് നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇത് ചെയ്യുന്ന രീതി ഒന്ന് ശ്രദ്ധിക്കുക നിങ്ങൾ. ഒരു റോസ് ഫ്ലവറാണ് ചെയ്യുന്നത്. 5 ഇതൾ പോലെ ഇങ്ങനെ ആദ്യം ഉണ്ടാക്കിയെടുക്കുക. 5 ഇതൾ ഇതുപോലെ ഇങ്ങനെ തുന്നിക്കൊടുത്താൽ മതി. അതിനുശേഷം ഇതിൻ്റെ ഉള്ളിലാണ് നമ്മൾ വർക്ക് ചെയ്യൽ. 5 ഇതൾ ഉണ്ടാക്കിയതിന് ശേഷം നമ്മളതിൻ്റെ സെൻറ്ററിൽ നിന്ന് സൂചി എടുത്തിട്ട് ഈ ഓരോ ഇതളിലൂടെ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് കോർത്ത് പോവുകയാണ് ചെയ്യേണ്ടത്. ഇത് വീഡിയോയിൽ കാണുന്ന പോലെ ഒന്ന് ഒഴിവാക്കിയിട്ട് ഒന്നിൻ്റെ ഉള്ളിലൂടെ ഇങ്ങനെ കോർത്തെടുക്കുക. വളരെ എളുപ്പത്തിൽ മേക്ക് ചെയ്യാൻ പറ്റിയൊരു റോസാണ്. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കാനുള്ളത് നല്ലപോലെ വലിക്കരുത്. നൂല് പതുക്കെ വലിച്ചാൽ മതി. ടൈറ്റായി കിടക്കരുത്. കുറച്ചിങ്ങനെ അയഞ്ഞ് കിടക്കണം, ലൂസായി കിടക്കണം. അത് മാത്രം ശ്രദ്ധിച്ചാൽ മതി. വൂളൻ ത്രെഡാണ് എടുത്തിട്ടുള്ളത്. പിങ്ക് കളർ വൂളൻ ത്രെഡ്. നമ്മൾ ഹാൻഡ് എംബ്രോയ്ഡറി ത്രെഡും എടുക്കുക. ഇതിന് പല നിറത്തിലുള്ള എംബ്രോയ്ഡറി ത്രെഡ്സൊക്കെ ഇപ്പോൾ കിട്ടുന്നുണ്ട്. ഡബിൾ കളറിലൊക്കെ ചെയ്താൽ നല്ല ഭംഗിയുണ്ടാവും. എൻ്റെ കയ്യിലുള്ളത് കൊണ്ട് ഞാൻ ചെയ്തെന്നുള്ളൂ. അപ്പോൾ ഇത് ഓരോ നമ്മൾ ആദ്യം ചെയ്ത ആ ഒരു ഇതളിൻ്റെ ഓരോന്നിൻ്റെ ഉള്ളിലൂടെ ഇങ്ങനെ ഒന്ന് ഇടവിട്ട് എടുക്കണേ. അപ്പോൾ അടുത്ത റൗണ്ട് വരുമ്പോൾ നമ്മൾ മുകളിലാക്കിയ ഭാഗത്ത് അടിയിലാക്കണം. അങ്ങനെ റൗണ്ടാക്കി ഇങ്ങനെ ചുറ്റിയെടുക്കുകയാണ് വേണ്ടത്. നിങ്ങൾക്ക് ചെയ്യുമ്പോൾ മനസ്സിലായിക്കോളും. ഫസ്റ്റ് ഒരു കൺഫ്യൂഷൻ ഉണ്ടെങ്കിലും പിന്നെ അത് ചെയ്ത് നോക്കുമ്പോൾ എളുപ്പമായിട്ടുണ്ടാവും. അവസാനം എത്ര വലുപ്പം വേണം അതിനനുസരിച്ചാണ് നമ്മൾ ആദ്യത്തെ ആ ഇതൾ ഉണ്ടാക്കേണ്ടത്. അതിന് 5 ഇതൾ എന്തായാലും മസ്റ്റാണ്. എന്നാലേ ഈ ഒരു ഷേപ്പിൽ നമുക്ക് കിട്ടുള്ളൂ. ഇതുപോലെ 3 ഫ്ലവർ നമ്മളിവിടെ ചെയ്തെടുക്കുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ ഒരു ലീഫ് പോലെ വെക്കുന്നുണ്ട്. അത് ഗ്രീൻ കളറല്ല, ഞാനൊരു ഗോൾഡൻ കളറാണ് വെച്ചിട്ടുള്ളത്. അപ്പോൾ അതിന് വേണ്ടി സ്റ്റിച്ച് ചെയ്യുന്ന രീതിയാണിത്. 2 ബീഡാണ് നമ്മൾ ഇട്ടിട്ടുള്ളത്. കട്ട് ബീഡാണ് ഇട്ടിട്ടുള്ളത്. ഗോൾഡൻ കളറുള്ള 2 കട്ട് ബീഡ് എടുത്ത് ഇങ്ങനെ തുന്നിക്കൊടുക്കുക. ഇനി ബാക്കോട്ടാണ് റിവേഴ്സ് സ്റ്റിച്ച് പോലെ ആണ് എടുത്തത്. നൂല് ബാക്കോട്ടിൽ നിന്ന് എടുത്ത് പിന്നെ ആദ്യം ഇട്ടതിൻ്റെ കുറച്ച് താഴെയായിട്ടാണ് പിന്നെ തുന്നൽ. ഒരു ലീഫാവുമ്പോൾ നമ്മളിങ്ങനെയല്ലേ ഇതിൻ്റെ ഷേപ്പ് വരില്ലേ, അപ്പോൾ അതുപോലെ ചെയ്തെടുക്കുക. അടുത്തത് 2 ബീഡിട്ട് പിന്നെ താഴോട്ട് കോർത്തെടുത്ത് വീണ്ടും 2 ബീഡിടുക. അതിൻ്റെയും കുറച്ച് താഴോട്ടേക്ക് തന്നെ തുന്നി. അപ്പോൾ ആദ്യം എടുക്കേണ്ടത് താഴോട്ട് ഇങ്ങനെ എടുത്താൽ മതി. പിന്നെ നമ്മളിവിടെ ചെയ്തിട്ടുള്ളത് ബീഡ്സ് ഇട്ട് കൊടുക്കുകയാണ്. നമുക്ക് ഇഷ്ടമുള്ള ബീഡ്സൊക്കെ ഇട്ട് കൊടുക്കുക. ഇനി ഇതിൻ്റെ സെൻറ്ററിൽ വെക്കാനുള്ള ഈ ഒരു പോർഷന് ഇതുപോലെ ചെയ്തെടുക്കുന്നുണ്ട്. അവിടെയും ഒരു ലീഫ് മാത്രം വെച്ച് കൊടുക്കുകയാണ്. ഇവിടെ 3 ബീഡ്സ് എടുത്തിട്ടുണ്ട്. കട്ട് ബീഡ് എടുത്തിട്ടുണ്ട്. 3 ബീഡ്സ് എടുത്തിട്ട് ശ്രദ്ധിക്കുക, ഇതുപോലെ തുന്നുക. ഇനി അടുത്തത് 2 ബീഡ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് കുറച്ച് താഴേക്കാണ് തുടങ്ങിയത്. നമ്മൾ ബീഡ് ഇടുന്നതിൻ്റെ മുന്നേ തുടങ്ങിയത് ഈ നമ്മളിട്ട ബീഡിൻ്റെ കുറച്ച് താഴോട്ട് നിന്നാണ് സൂചി എടുക്കാൻ തുടങ്ങിയത്. പിന്നെ കുത്തുമ്പോൾ ഇതുപോലെ ആയിരിക്കും. അടുത്ത സൂചി കുത്തുന്ന സമയത്ത് ഇതേ രൂപത്തിൽ താഴോട്ട് ഇങ്ങനെ കുത്തിയെടുക്കുക. അപ്പം ഇനി എല്ലാം 2 ബീഡിട്ട് തന്നെ. ആദ്യത്തെ മാത്രം 3 ബീഡ് ഉപയോഗിച്ചിട്ടുള്ളൂ. പിന്നൊക്കെ 2 ബീഡിട്ടാണ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഇതിൻ്റെ ഏറ്റവും എൻഡ് ഭാഗത്തൊരു പേൾ ബീഡും കൂടി വെക്കുന്നുണ്ട്. 6 mm ആണ് ഈ പേൾ ബീഡിൻ്റെ സൈസ്. നമ്മൾ ഇതിൽ ചെയ്തതും 6 mm 5 mm ബീഡാണ്. ഗോൾഡൻ കളർ 5 mm ആണ്. മറ്റേത് പേൾ ബീഡ് 6 mm. ഇന്ന് സെൻറ്ററിലൂടെ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് സൂചിയിട്ട് കറക്റ്റ് സെൻറ്റർ നോക്കിയിട്ടൊന്ന് കുത്തിയെടുക്കുക. ഒന്ന് കൂട്ടി യോജിപ്പിച്ചാൽ മതി. ഇത് വേണമെങ്കിൽ വേറൊരു നൂല് ഉപയോഗിച്ച് നിങ്ങൾക്ക് ഇങ്ങനെ ചുറ്റിയെടുക്കാം.
ഇതുപോലെ ഇങ്ങനെ നന്നായിട്ട് ചുറ്റിയെടുത്ത് ബാക്കിലൊന്ന് കെട്ടിട്ട് കൊടുത്താൽ മതി. വളരെ എളുപ്പത്തിൽ മേക്ക് ചെയ്യാൻ പറ്റിയൊരു ബോനെയാണ് ഇത്. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. നല്ല ഭംഗിയുണ്ട് കാണാൻ, പ്രത്യേകിച്ച് വൈറ്റുമ്മലായതുകൊണ്ട് തന്നെ നമ്മൾ എടുക്കുന്ന ക്ലോത്ത് നല്ല ഒരു ക്ലോത്ത് ആയിരിക്കും. ഇത് നമ്മളിവിടെ ഞാൻ എടുത്തിട്ടുള്ളത് കോട്ടൻ്റെ, പ്യുവർ കോട്ടൻ്റെ ഒരു ക്ലോത്താണ്. പോപ്ലിൻ തുണി എന്നൊക്കെ പറയും. നമ്മൾ എംബ്രോയ്ഡറി ഇതൊക്കെ ചെയ്യുന്ന വാട്ടർ കളറ്, അതുപോലെ തന്നെ ഫാബ്രിക് പെയിൻ്റ് ഒക്കെ ചെയ്യുന്ന ക്ലോത്താണിത്. അപ്പോൾ ഇതുപോലൊന്ന് ചെയ്തെടുക്കുക. ഗ്ലൂ ഗണ്ണാണ് ഉപയോഗിക്കാൻ ഏറ്റവും നല്ലതെന്ന് തോന്നുന്നു എനിക്ക്. ബാക്ക് ഭാഗം അതിൻ്റെ ഉള്ളിലോട്ടൊന്നാക്കി മടക്കി വെച്ച് കൊടുക്കുക. നമ്മൾ അലിഗേറ്റർ ക്ലിപ്പാണ് ഉപയോഗിച്ചിട്ടുള്ള ആ ക്ലിപ്പിൻ്റെ അടിയിലോട്ട് ഇങ്ങനെ ആക്കി വെക്കുക. ഇത്രയേ ഉള്ളൂ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുകയാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഒന്ന് ലൈക്ക് ചെയ്യുക. വീഡിയോ കാണുന്ന എല്ലാവരും ഒന്ന് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ബട്ടൺ അമർത്തി കൊടുക്കുക. ഓക്കെ, താങ്ക് യു.